ഇക്ര തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ സേവനങ്ങൾ ജനകീയമാകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ 4 വാർഡുകളിലാണ് സേവനങ്ങൾക്കായി ആദ്യഘട്ടം തെരഞ്ഞെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിൽ കൗൺസിലർമാരും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ഇക്ര തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ നഗരസഭയുമായി സഹകരിച്ച അതിന്റെ സേവനങ്ങൾ ജനകീയമാക്കാൻ പുതിയ പദ്ധതി ആരംഭിച്ചു. പ്രദേശത്തെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് തണലിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതായി ആദ്യഘട്ടത്തിൽ നഗരസഭയിലെ 4 വാർഡുകളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന നേതൃയോഗം മലാപ്പറമ്പ് സെന്ററിൽ നടന്നു. കോഴിക്കോട് തണൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ബൈജു അയാടിൽ സ്വാഗതം പറഞ്ഞു. TM അബൂബക്കർ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ദിവാകരൻ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വർത്തമാനം പറയാനുള്ള ടെൻഡൻസി കൂടി, കഥ പറയാനുള്ള സംവിധാനം കൂടി, പിന്നെ രാവിലെ എണീറ്റാൽ പിന്നെ പകൽ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. കുട്ടികൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നത് പോലെ അമ്മയും അച്ഛനും ഒക്കെ പകൽ വീട്ടിലേക്ക് പോകാൻ. അപ്പൊ കുട്ടികൾ ചോദിക്കും, എങ്ങോട്ടാ അമ്മൂമ്മേ? പകൽ വീട്ടിൽ പോട്ടെ. അപ്പൊ എന്താ പറയുക, കുട്ടികൾ പഠിക്കുന്ന പോലെ പാട്ട് പഠിക്കുകയാണ്. പിറ്റേ ദിവസം പകൽ വീട്ടിൽ പാട്ട്. ഞാൻ ചോദിച്ചാ എന്താ ഈ ഹങ്കർ ഫ്രീ സിറ്റി കോഴിക്കോട് നഗരസഭ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംവിധാനം. യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ KC ശോഭിത, MN പ്രവീണ, ഫറൂഖ് മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ എന്നിവർ പങ്കെടുത്തു. ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, കുടുംബശ്രീ, CDS, തൊഴിലുറപ്പ് പദ്ധതി, മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി ജനകീയ സാമൂഹിക ഇടപെടൽ നടത്തുന്നവരുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. തണൽ ചീഫ് ഓപ്പറേഷൻ ഹെഡ് സുബീൻ നന്ദി പറഞ്ഞു. ACV ന്യൂസ്, കോഴിക്കോട്.